ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തവർക്ക് ഒരുപാട് താങ്ക് യു. ഇന്ന് നമ്മൾ അറിയാൻ പോണത് മെഗ്നീഷ്യത്തിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വൺ ഓഫ് ദ മിനറൽ ഓഫ് ദ ബോഡിയാണ് മെഗ്നീഷ്യം. മെഗ്നീഷ്യം എന്ന് മാത്രമല്ല, ഒരുവിധം എല്ലാ വിറ്റമിൻസിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. മെഗ്നീഷ്യത്തിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഡോണ്ട് സ്കിപ്പ്. അപ്പോൾ മെഗ്നീഷ്യം ശരിക്കും പറഞ്ഞാൽ മെഗ്നീഷ്യത്തിനെ കുറിച്ചിട്ട് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യമേ ഒന്ന് പറഞ്ഞാലോ. മെഗ്നീഷ്യം ബേസിക്കലി നമ്മുടെ സ്ലീപ്പ് ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. മെഗ്നീഷ്യം നമ്മുടെ മെലറ്റോണിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് അസ് സ്ലീപ്പ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യാൻ മെഗ്നീഷ്യം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത കാര്യം, മെഗ്നീഷ്യം നമ്മുടെ ഈ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് മെഗ്നീഷ്യം കുറയും, നമ്മളത് അറിയുന്നില്ല. സ്ട്രെസ് ഡ്രെയിൻസ് ഔട്ട് മെഗ്നീഷ്യം. പിന്നത്തെ കാര്യം, നമ്മുടെ ഈ ബോൺസിലും പല്ലിലൊക്കെ നല്ല ശക്തി കൊടുക്കുന്നത് കാൽഷ്യമാണ്. ബട്ട് കാൽഷ്യം ഒറ്റയ്ക്കല്ല, കാൽഷ്യത്തിന് മെഗ്നീഷ്യം ആവശ്യമാണ്. മെഗ്നീഷ്യം ഇല്ലാതെ കാൽഷ്യത്തിന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് വിറ്റമിൻസിന് അത് ഒറ്റയ്ക്ക് നമ്മൾ ഒരു വിറ്റമിൻ മാത്രം അല്ലെങ്കിൽ വിറ്റമിൻ B12 മാത്രം, വിറ്റമിൻ A മാത്രം, അങ്ങനെയല്ല. വിറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് രണ്ടും ചേർന്നിട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഒരുവിധം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മെഗ്നീഷ്യം നമ്മുടെ ഒരു ബോഡിയിൽ ഒരു 300 എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. 300. അപ്പോൾ യു ക്യാൻ ഇമാജിൻ. അതേമാതിരി തന്നെ മെഗ്നീഷ്യം നമ്മുടെ ഹാർട്ടിലെ റിതം അതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ബ്ലഡ് പ്രഷർ. പിന്നെ മെഗ്നീഷ്യം നമ്മുടെ ഒരു ഷുഗർ ക്രേവിങ്സിനെ റെഡ്യൂസ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. ബിക്കോസ് ഇറ്റ് വിൽ എഫക്ട് ദ ഇൻസുലിൻ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയും ഒരു കഴിവ് മെഗ്നീഷ്യത്തിനുണ്ട്. അതേപോലെ തന്നെ മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എനർജി കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ബ്രെയിൻ സെൽസിന് ഒരുപാട് എനർജി കൊടുക്കാനായിട്ട് മെഗ്നീഷ്യത്തിന് കഴിവുണ്ട്. പിന്നെ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് കാണിക്കണം എന്നില്ല മെഗ്നീഷ്യം ഇത്ര ഉണ്ടെന്ന് കാണിക്കണം എന്നില്ല, നോട്ട് നെസസറി. പക്ഷെ മെഗ്നീഷ്യം അത് കുറഞ്ഞാലുള്ള കുറച്ച് ഈ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാവും. അതേമാതിരി മെഗ്നീഷ്യം നമ്മുടെ ഡൈജഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡൈജസ്റ്റീവ് എൻസൈം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 300 എൻസൈംസിനെ മെഗ്നീഷ്യം ആക്ടിവേറ്റ് ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം ഒരു മസിൽ റിലാക്സൻ്റ് ആണ്. എപ്സം സോൾട്ട് അഥവാ മെഗ്നീഷ്യം സൾഫേറ്റ് കേട്ടിട്ടുണ്ടോ? അതിൽ ആ വെള്ളത്തിൽ നമ്മൾ ചൂട് വയ്ക്കുകയോ അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ട് കുളിക്കുകയോ ചെയ്താൽ മസിൽസിൽ ഒരുപാട് റിലാക്സ് ആവും. സ്റ്റിഫായിട്ടുള്ള മസിൽസ്, അങ്ങനെയൊക്കെ സോർ മസിൽസ് ഒക്കെ വരുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സേഷൻ കിട്ടും. പിന്നെ മെഗ്നീഷ്യം സൈലൻ്റ്ലി നമ്മുടെ ഹാർട്ടിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിലുണ്ടാവാൻ ഏതൊക്കെ ഭക്ഷണങ്ങളാണ്? ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഇഷ്ടമല്ലാത്ത ഭക്ഷണങ്ങളാണ് മെഗ്നീഷ്യത്തിന് റിച്ച് ഇൻ മെഗ്നീഷ്യം എന്ന് പറയുന്നത്. ചീര, ഓക്കെ, പിന്നെ ലീഫി വെജിറ്റബിൾസ്, സ്പിനച്ച്, ലെറ്റ്യൂസ്, ഇതിലൊക്കെ മെഗ്നീഷ്യം നിറച്ചുണ്ട്. ഗ്രെയിൻസ്, സീഡ്സ്, പയറ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൽ നിറച്ച് മെഗ്നീഷ്യമാണ്. ക്വിനോവ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്വിനോവ. പിന്നെ ഫ്രൂട്ട്സിലുണ്ട്, അതേമാതിരി തന്നെ ഫിഷിലുണ്ട്, പാല്, തൈര്, ഇതിലൊക്കെ മെഗ്നീഷ്യം റിച്ച് ഇൻ ഇതാണ്. സോ ബേസിക്കലി നമുക്ക് കാര്യമായിട്ട് ഇഷ്ടമല്ലാത്ത കുറച്ച് നട്ട്സ്, അപ്പോൾ അതിലൊക്കെ മെഗ്നീഷ്യം നിറച്ചുണ്ട്. അതാണ് എല്ലാവരും പറഞ്ഞത് ലീഫി വെജിറ്റബിൾ കഴിക്കണം. പച്ചക്കറികൾ ബേസിക്കലി ഈ പച്ച റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വെജിറ്റബിളും, ക്യാബേജ്, ഇതിലൊക്കെ നിറച്ച് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. അതുകൊണ്ടാണ് എല്ലാവരും അത് കഴിക്കണം എന്ന് പറയുന്നത്. അത് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന വിറ്റമിൻസും മിനറൽസും വേറെയാണ്. ഇപ്പോഴത്തെ കാലത്ത് മൾട്ടി വിറ്റമിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൾട്ടി വിറ്റമിൻ അതിൽ വിറ്റമിൻ A, B, C, D ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. വിറ്റമിൻസ് ആൻഡ് മിനറൽസ് കിട്ടുന്ന കുറച്ച് മൾട്ടി വിറ്റമിൻ എവിടെ ഉണ്ടാവും അല്ലേ? സോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കോൺടാക്ട് മീ.